യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വചനമാണ്. എങ്കിലും ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം വീണ്ടും ജീവദായകമാവുകയാണ്. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യത സംഭവിച്ചിട്ടില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, രക്ഷിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു കത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വായിക്കാനിടയായി. അതിപ്രകാരമാണ്, ആലപ്പുഴയിൽ നിന്ന് ഗൾഫിലുള്ള ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ്. ആലപ്പുഴക്കാരിയാണ്. തൻ്റെ ഗർഭപാത്രത്തിൽ 4 മുഴകളുണ്ട്. അവരുടെ ആ മുഴകൾ വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ട്. ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം. അപ്പോൾ ആ സഹോദരി പ്രാർത്ഥനാ സഹായം ഇങ്ങനെ എഴുതി അയച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, രക്ഷിക്കാൻ ആവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യത സംഭവിച്ചിട്ടില്ല. ഈ വചനമയച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഇപ്പോൾ സൗദി അറേബ്യയിലായിരിക്കുന്ന ഈ ത്രേസ്യാം എന്ന് പറയുന്ന സഹോദരിയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിലെ മുഴകളെ നിന്റെ വചനമയച്ച് നീ സൗഖ്യപ്പെടുത്തണമേ. രക്ഷിക്കാൻ പറ്റാത്ത വിധം നിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് തൻ്റെ നീളമുള്ള കരം നീട്ടി ഈ സഹോദരിയെ സ്പർശിക്കുകയും അവർ സൗഖ്യപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ടിവിയുടെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് നീളമുള്ള കരം നീട്ടി കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ പോവുകയാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകെ പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യത സംഭവിച്ചിട്ടില്ല. ദൈവമായ കർത്താവ് നിങ്ങളെ തൊടാനായിട്ട് പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ഒന്ന് എഴുന്നേറ്റുകൊണ്ട് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരമടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ വാഴ്ത്തുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ദൈവിക ശക്തിയോട് നമ്മൾ നിറയാൻ പോവുകയാണ്. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും, ഹല്ലേലൂയാ മഹത്വം. താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ, ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. കാലുകളൊന്ന് മാറ്റിച്ചവിടെ. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ, ഹല്ലേലൂയാ മഹത്വം. പരസ്പരം നോക്കിക്കൊണ്ട് പാടാം, പരസ്പരം നോക്കി. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ, ഹല്ലേലൂയാ മഹത്വം. ചിരിച്ചുകൊണ്ട് ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും
മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. വലിയ ആനന്ദത്തോടെ പാടാം. വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കട്ടെ. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റിയും ഹല്ലേലൂയാ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റിയും ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ ഹല്ലേലൂയാ മഹത്വം. ആത്മാവിൻ ശക്തിയാലെ എന്നെ നിറച്ചിടും കർത്താവിനെന്നും 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 മഹത്വം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് ഹൃദയത്തിൽ അനുഭവിച്ച് അറിയുക. രാത്രിയിൽ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി പേര് ചൊല്ലി വിളിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമായി, സമാധാനമായി, രോഗശാന്തിയായി, ആത്മാവിൻ്റെ രക്ഷയായി അവിടുന്ന് ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കാണുവാനായി ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയെ അനുഭവിച്ചറിയുവാനായി ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അശുദ്ധരാണെന്ന് ഏറ്റുപറയുന്നു. പരിശുദ്ധനായ അങ്ങയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാലാഖമാരോട് ചേർന്നുകൊണ്ട്, ശാലോമിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട്, സകല വിശുദ്ധന്മാരോട് രക്തസാക്ഷികളോട് ചേർന്നുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ശബ്ദമുയർത്തി നമുക്ക് ഏതാനും നിമിഷങ്ങളിൽ ശാന്തമായി കർത്താവിനെ ആരാധിക്കാം. മനസ്സുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
പരിശുദ്ധ ദൈവമാതാവ് നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതങ്ങൾ വീണ്ടും നിറയുവാൻ, ആത്മസന്തോഷം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലത് കര ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ശാന്തമായി നമുക്കിരിക്കാം. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നു. നമ്മൾ ഇവിടെ ജീവനോടെ ആയിരിക്കുന്നു. ഈ കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ഇതുപോലെ സംശയമില്ലാത്ത ഒരു കാര്യമുണ്ട്. അത് ദൈവമായ കർത്താവ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടുത്ത് ദൈവം സന്നിഹിതനാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ചെവികളുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. നമ്മുടെ വേദനകളിൽ മനസ്സ് അലിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ ഇവിടെ നിസ്സംഗനായി ഒരു കാണിയെ പോലെ നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് തൻ്റെ സാന്നിധ്യം അവിടുന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അത്ഭുതങ്ങൾ. ഇംഗ്ലീഷിൽ മിറക്കിൾസ് എന്ന് പറയും. എന്താണ് മിറക്കിൾസ്? ദേ ആർ സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രകൃത്യതീതമായ ഇടപെടലുകളെയാണ് മിറക്കിൾസ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് വിശദീകരിക്കുവാൻ സാധിക്കുകയില്ല. വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള പല അത്ഭുതങ്ങളും ദൈവം ഈ ജാഗരണ പ്രാർത്ഥനയിൽ ചെയ്തുകൊണ്ട് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ദൈവം ഇങ്ങനെ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ട് എങ്കിലും ദൈവത്തെ അംഗീകരിക്കാത്ത ചില വ്യക്തികളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നത് നിരീശ്വരവാദികളെന്നാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ. അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്, ബുദ്ധിജീവികളെന്നാണ് സ്വയം വിലയിരുത്തുന്നത്. പക്ഷേ ബൈബിൾ അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് വേറൊരു പേരാണ്. ദൈവത്തെ അംഗീകരിക്കാത്ത വ്യക്തികളെ, ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത് മണ്ടൻ എന്നാണ്, മൂഢൻ എന്നാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അവരെ കുറിച്ചാണ് പറയുന്നത്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ആരാണ് ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവൻ? മൂഢനാണ്. അവൻ ശരിക്കും ബുദ്ധിയുള്ളവനല്ല. ഈ നിരീശ്വരവാദികൾക്ക് പോലും
ചിന്തിക്കാവുന്ന രീതിയിൽ ദൈവം ഈ കാലഘട്ടത്തിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിരീശ്വരവാദിയായിരുന്നു വോൾട്ടയർ, ഫ്രഞ്ച് തത്വശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പോലും പിടിച്ച് ഉലച്ച ഒരു അത്ഭുതത്തെക്കുറിച്ച് രാത്രിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. ഈ അത്ഭുതം നടന്നത് 1725 വർഷത്തിൽ മെയ് 31 അന്ന ഹാഫസ് എന്ന ഒരു സ്ത്രീക്കാണ് അത്ഭുതകരമായൊരു രോഗശാന്തി ഉണ്ടായത്. അവരുടെ അസുഖം ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും, രക്തസ്രാവമാണ്. 20 വർഷങ്ങളായി അവർ രോഗക്കിടക്കയിൽ തന്നെയാണ്, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. രക്തം ഇങ്ങനെ വാർന്നു പോകുന്നത് കൊണ്ട് ശരീരം വളരെ ക്ഷീണിച്ചാണ്, നടക്കാൻ പറ്റുന്നില്ല, ഏക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ദിവസം മെയ് 31 അവരുടെ ഇടവകയിൽ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇവരുടെ വീടിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. പ്രാർത്ഥനകളൊക്കെ ഇവർക്ക് കേൾക്കാം കിടക്കയിൽ കിടന്നുകൊണ്ട്. ഇവരുടെ മനസ്സിൽ ശക്തമായ ഒരു ആഗ്രഹം, എൻ്റെ കർത്താവ് എന്നെ ഇന്ന് സുഖപ്പെടുത്തും. അങ്ങനെ അവർക്ക് ആഗ്രഹം ഉണ്ടായപ്പോൾ അവർ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയില്ല, മുട്ടിന്മേൽ ഇഴയുകയാണ്. അവർ റോഡിലേക്ക് ഇറങ്ങി വന്നു. ദിവ്യകാരുണ്യനാഥൻ ഇങ്ങനെ കടന്നു വരികയാണ്. യേശുവിനെ നോക്കി അവൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മറ്റാരെയും ശ്രദ്ധിക്കാതെ വിളിച്ചു പറയുകയാണ്, കർത്താവേ, അവിടുന്ന് തിരുമനസ്സാകുന്നുവെങ്കിൽ അങ്ങേക്ക് എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ മഹത്വപൂർണനായി നടന്ന അവിടുന്ന് തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഇതായിരുന്നു അവളുടെ നിലവിളി. മറ്റുള്ളവർ വിചാരിച്ചു ഇവൾക്ക് സുബോധം നഷ്ടപ്പെട്ടു, ഇവളിങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഇവള് ശ്രദ്ധിച്ചില്ല. ഇവള് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ തൊട്ടുപുറകെ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ശക്തി ലഭിച്ചു, എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തി ലഭിച്ചു. അവള് വീണ്ടും ഈ ഈശോയുടെ പുറകെ നടക്കുവാനായിട്ട് ആരംഭിച്ചു. ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം തീർന്നപ്പോൾ വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു. ആ വിശുദ്ധ കുർബാനയിലും അവള് സംബന്ധിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ വിശുദ്ധ കുർബാന തീർന്നപ്പോഴേക്കും 20 വർഷമായി സുഖമില്ലാതിരുന്ന, സകല ചികിത്സകളും ചെയ്തിട്ടും സുഖപ്പെടാതിരുന്ന അവളുടെ ഈ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഈ അത്ഭുതം കണ്ട വോൾട്ടയർ പറയുകയാണ്, എൻ്റെ മനസ്സിൽ ഭക്തിയുടെ ആവരണമുണ്ടാക്കുവാൻ ഈ അത്ഭുതത്തിന് സാധിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ സ്ത്രീ സൗഖ്യം പ്രാപിച്ചത്? അവൾ 2-3 കാര്യങ്ങൾ ചെയ്തു. നമ്മളെ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവം ഉണ്ട് എന്ന് അവൾ വിശ്വസിച്ചു. ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവം സർവശക്തനാണ് എന്ന് അവൾ വിശ്വസിച്ചു. 20 വർഷമായി തൻ്റെ രോഗം, പക്ഷെ എത്ര പഴക്കമുണ്ട് എങ്കിലും ദൈവം തിരുമനസ്സായാൽ എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് അവൾ വിശ്വസിച്ചു, ഉള്ളിൽ വിശ്വസിച്ചു. മൂന്നാമത്തെ കാര്യം, അവൾ ഉള്ളില് നിശബ്ദമായിട്ട് വിശ്വസിക്കുകയല്ല ചെയ്തത്, ഉറക്കെ അവൾ അങ്ങ് ഏറ്റുപറഞ്ഞു. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊന്നും നോക്കാതെ
ഉറക്കെ അവൾ കർത്താവിനെ നോക്കി നിലവിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ അവൾ ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ പാപിയാണ്, അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവിൻ്റെ സൗഖ്യപ്പെടുത്തുന്ന ശക്തി അവളുടെ ശരീരത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനോഭാവത്തോടെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അടയാളങ്ങൾ കാണുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പ്രകാരമാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരമാണ്. വചനം ഇതാണ്: നാം നിലവിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റ് ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എന്തൊക്കെ കാര്യമാണ് അവിടെ പറയുന്നത്? മോശയുടെ വാക്കുകളാണിത്. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ദൈവം നമ്മുടെ അടുത്തുണ്ട്. മോശയുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ചെങ്കടൽ ഒരു പ്രതിസന്ധിയായി നിന്നപ്പോൾ അത് വിഭജിച്ച് അപ്പുറം കടക്കുവാൻ സഹായിച്ച ദൈവം, മരുഭൂമിയിൽ ആരും സഹായിക്കുവാനില്ലാതെ അവര് വിഷമിച്ചപ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിത്തൂണായി കൂടെ നടന്ന ദൈവം, ഇറച്ചിക്ക് വേണ്ടി ഇസ്രായേൽക്കാര് പ്രാർത്ഥിച്ചപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ കാടപ്പക്ഷികളെ ഇറക്കിക്കൊടുത്ത ദൈവം, ദാഹിച്ചു വലഞ്ഞപ്പോൾ പാറക്കൂട്ടത്തിൽ നിന്ന് അതിശയകരമായി വെള്ളം പുറപ്പെടുവിച്ച് കൊണ്ട് അനുഗ്രഹിച്ച ദൈവം. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ദൈവം അടുത്തുണ്ട്. ദൈവം അടുത്തുള്ള നമ്മൾ എത്രയോ വിലപ്പെട്ടവരാണ്, ശ്രേഷ്ഠരാണ്. എത്രയോ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ രാത്രിയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ലോകത്തില് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. പക്ഷേ അവർക്കൊന്നും ലഭിക്കാത്ത അപൂർവമായൊരു ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അടുത്തായിരിക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ദൈവം തന്നെ നമ്മുടെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വിളിച്ച് അപേക്ഷിക്കണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ നിലവിളികൾ ഉയർത്തുമ്പോൾ ദൈവം അത് കേൾക്കുവാനായിട്ട് എപ്പോഴും ഇങ്ങനെ തയ്യാറായിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശബ്ദമുയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ പഴയ നിയമത്തിൽ ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വിളിച്ചപേക്ഷിക്കുമ്പോൾ അത്ഭുതകരമായി ഇടപെടുന്ന ദൈവം. അത് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം, അങ്ങനെ പുസ്തകമുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം. അതിലാണ്. അതിൽ 6ഉം 7ഉം അധ്യായങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുക. ഇസ്രായേൽക്കാർ വലിയ കഷ്ടത്തിലായിരുന്നു. വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടുകളാണ്. അവരുടെ സ്വാതന്ത്ര്യം മുഴുവനും നഷ്ടപ്പെട്ടു. മിദിയാൻകാരെന്ന് പറഞ്ഞൊരു വംശം വന്ന് ഇവരെ അടിമകളാക്കിയിരിക്കുകയാണ്. ജീവിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം. പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുകയില്ല. കൃഷി ഇറക്കിയാൽ ഇവർ വന്ന് ഈ കൃഷി മുഴുവനും നശിപ്പിച്ച് കളയും. ഇവരുടെ വീട്ടിലുള്ള എല്ലാ കന്നുകാലികളെയും ഇവരെ കൊന്നൊടുക്കി. അപ്പം അന്നത്തെ കാലത്ത് ഉപജീവന മാർഗം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന് കൃഷിയും കന്നുകാലി വളർത്തലും. ഇത് രണ്ടും സാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ നാട്ടിൽ ജീവിക്കുവാൻ പറ്റാത്ത അത്രയും ദുരിതപൂർണമായ ഒരു സാഹചര്യം. അവരെന്ത് ചെയ്തു? നാട്ടിൽ ജീവിക്കാൻ പറ്റുകയില്ല, പിന്നെ എന്ത് ചെയ്യും? നാട് വിട്ട് ഓടുക. അവര് പർവ്വതങ്ങളിൽ അഭയം പ്രാപിച്ചു, മലകളിലേക്ക് പോയി. അവിടെ മാളങ്ങളുണ്ടാക്കി മാളങ്ങളിൽ ഇവർ താമസിക്കുകയാണ്. എലികള് ജീവിക്കുന്നത് പോലെ പേടിച്ച് വിറച്ച് മിദിയാൻകാരെ പേടിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ 7 വർഷങ്ങൾ ജീവിച്ചപ്പോഴാണ് അവര് ചിന്തിച്ചത്,
ഞങ്ങൾക്കൊരു ദൈവമുണ്ടല്ലോ. അത്ഭുതകരമായി ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമുണ്ടല്ലോ എന്ന് ഈ കഷ്ടപ്പാടിങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരോർത്തത്. അപ്പോൾ ഈ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവര് ദൈവത്തെ നോക്കി നിലവിളിച്ചു, ദൈവമായ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവര് ദൈവത്തെ നോക്കി നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നോക്കി ഏത് വ്യക്തി കരയുന്നുവോ നിലവിളിക്കുന്നുവോ അവൻ ആരായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ദൈവവിശ്വാസമില്ലാത്തവനായിക്കൊള്ളട്ടെ, എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ, അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സദ്വാർത്ത. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏറ്റവും വലിയ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇവര് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ദൂതനെ അയക്കുകയാണ്, ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി. ദൈവം സെലക്ട് ചെയ്ത ആളുടെ പേര് ആരാ? ഗിദെയോനാണ്. ഗിദെയോൻ നല്ല ധൈര്യശാലിയാണ്, യഥാർത്ഥത്തിൽ ധൈര്യശാലിയാണ്. പക്ഷേ ഇയാളും അങ്ങ് പേടിച്ചരണ്ടുപോയി. ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവദൂതൻ അയാളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇയാൾ വലിയൊരു മുന്തിരി ചക്കിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഈ ഗോതമ്പ് മെതിക്കുകയാണ്, മിതിയാങ്കാർ കാണാതിരിക്കാൻ വേണ്ടി. അത്രമാത്രം പേടിച്ചരണ്ടാണ് ഇരിക്കുന്നത്. ഇയാളെ അടുത്ത് വന്ന ദൂതൻ പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യൻ. പേടിച്ചവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ദൂതൻ പറയുകയാണ്, അവനായിരിക്കേണ്ട അവസ്ഥയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ പേടിത്തൊണ്ടനായി ജീവിക്കേണ്ടവനല്ല. പിന്നെ ആരാണ്? നീ ധീരനും ശക്തനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈ രാത്രിയില് പേടിച്ച് നിലവിളിച്ച് അസ്വസ്ഥരായിരിക്കുന്ന നിന്നോട് ദൈവം പറയുകയാണ്, ധീരനും ശക്തനുമായ മനുഷ്യ. എവിടുന്നാ ഈ ശക്തി കിട്ടുന്നത്? നിനക്ക് ഈ ശക്തിയില്ല. അതിന്റെ രഹസ്യം പറയുന്നുണ്ട്. എവിടെയാ ശക്തിയുടെ രഹസ്യം? കർത്താവ് നിന്നോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ കൂടെയുണ്ട്, സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് കിട്ടുന്നവനാണ് ധീരനായിരിക്കുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണെങ്കിലും, ഈ പറയുന്ന ഞാനാണെങ്കിലും വലിയ പ്രശ്നം വരുമ്പോൾ പേടിച്ചരണ്ടു പോകും. പക്ഷേ ദൈവത്തെ കാണാൻ സാധിച്ചാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചാൽ എൻ്റെ പേടിയൊക്കെ അപ്രത്യക്ഷമാകും. എനിക്ക് ഒരു ബോധ്യമുണ്ടാകും, ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഗിദെയോൻ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളൊക്കെ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം എൻ്റെ കൂടെയുണ്ട് എങ്കിൽ, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്? അതിന് മറുപടിയൊന്നും അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ദൂതൻ പറഞ്ഞു, നിനക്കൊരു ദൗത്യം തരികയാണ്. ഈ കഷ്ടപ്പാട് പരിഹരിക്കുവാൻ ദൈവം നിന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമുക്ക് വലിയൊരു സന്ദേശമാണ്. ഈ ലോകത്തിൽ അനേകരെ കഷ്ടപ്പെടുന്നുണ്ട്, അനേകരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവരെ ദൈവത്തിൻ്റെ അടുത്തേക്ക്, ദൈവത്തിൻ്റെ സമാധാനത്തിലേക്ക് നടത്തുവാനായിട്ട് ദൈവം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ഓരോരുത്തരെയുമാണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗിദെയോന്റെ ആ റോള് നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗിദെയോൻ സമ്മതിച്ചു, ശരി ഞാൻ തയ്യാറാണ്, ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി തീരുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ കാര്യം ചെയ്തു. മോചിപ്പിക്കണമെങ്കിൽ സൈന്യം വേണമല്ലോ, പട്ടാളക്കാർ വേണമല്ലോ. ഇസ്രായേൽക്കാരിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള 32,000 പടയാളികളെ ഗിദെയോൻ സെലക്ട് ചെയ്തു. അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു. എന്നിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഗിദെയോൻ ചൊല്ലുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഗിദെയോൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്, അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 32,000 പേരെയും കൊണ്ട് ഗിദെയോൻ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ട, ഇത്രയും പേര് വേണ്ട,
32,000 പടയാളികൾ ഏറ്റുമുട്ടി മിദിയാൻകാരെ തോൽപ്പിച്ചാൽ നിങ്ങൾ വീമ്പടിക്കും, ഞങ്ങളുടെ സൈന്യബലം കൊണ്ടാണ് ഞങ്ങൾ തോൽപ്പിച്ചത്, ദൈവത്തിന് മഹത്വം നൽകുകയില്ല. അതുകൊണ്ട് ഇതിൽ കുറേ പേരെ പിരിച്ചുവിടുവാനായിട്ട് ഗിദെയോനോട് പറഞ്ഞു. അപ്പോൾ ഗിദെയോൻ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ പേടിയുള്ളവർ, മരിക്കുമെന്ന് പേടിയുള്ളവർ തിരിച്ച് വീട്ടിൽ പോവുക. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ ഈ 32,000-ൽ ഭൂരിഭാഗവും വീട്ടിലേക്ക് പോയി. നല്ല അവസരമാണല്ലോ വിചാരിച്ചു. 22,000 പേര് വീട്ടിലേക്ക് പോയി. ബാക്കി എത്രയുണ്ട്? 10,000 പേരിങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക, എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു 10,000 പേര് വേണ്ട, വളരെ ചെറിയൊരു ഗ്രൂപ്പ് മതി. 300 പേരെ സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ സെലക്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്, സെലക്ഷൻ രീതിയുണ്ട്. അന്നത്തെ ടെസ്റ്റ് ഇങ്ങനെയായിരുന്നു. അവരെ ഒരു ജലാശയത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെള്ളം കുടിക്കുവാനായിട്ട് പറഞ്ഞു ഇവരോട്. ഈ 10,000 പേരോട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഇവരെ വെള്ളം കുടിക്കുന്ന രീതി നോക്കുവാനായിട്ട് ഗിദെയോനോട് പറഞ്ഞു. എന്നിട്ട് നായെപ്പോലെ നക്കി വെള്ളം കുടിക്കുന്ന 300 പേരെ മാറ്റി നിർത്താനായിട്ട് ദൈവം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പരിപൂർണമായിട്ടും അനുസരിക്കുവാൻ തയ്യാറായുള്ള 300 പേരെ ഗിദെയോൻ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ 300 പേരെയും കൊണ്ട് വലിയ ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന വളരെ അത്ഭുതകരമായ ഒരു ചരിത്രമാണ് നമ്മൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-7 അധ്യായങ്ങളിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവം സർവശക്തനാണ്. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയിൽ ജീവിച്ച കർത്താവിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. ആ ദൈവം ഈ രാത്രിയിൽ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ അവസ്ഥയിൽ അതെത്രമാത്രം പ്രതികൂലമാണ് എങ്കിലും എൻ്റെ ദൈവത്തിന് ഈ രാത്രിയിൽ എന്നെ സ്പർശിക്കുവാൻ സാധിക്കും, സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും, അനുഗ്രഹിക്കുവാൻ സാധിക്കുമെന്ന പൂർണ്ണമായ ബോധ്യമുണ്ട് എങ്കിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മുമ്പിൽ നമ്മളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. സർവശക്തനാണ് ദൈവം. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം, ദൈവമേ, അവിടുന്ന് സർവശക്തനാണ് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ദൈവം എന്നോട് കരുണ കാണിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാൻ എത്രമാത്രം തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും എന്നെ ശിക്ഷിക്കുന്നവരല്ല ദൈവം. ദൈവം എപ്പോഴും എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ കാണിച്ച് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവാണ്. ഈ രാത്രിയിൽ ആ പിതാവിൻ്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടുത്തെ പക്കലുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിക്കണ ദൈവസന്നിധിയിലേക്ക് ശബ്ദമുയർത്തി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് നോക്കാതെ കാനാൻകാരി പ്രാർത്ഥിച്ചതുപോലെ, ബർത്തിമേയുസ് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചതുപോലെ, അന്ന ഹാഫസ് അവൾ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും, എന്നെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. മോശ പറഞ്ഞത് ഓർക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായ ഈ ദൈവം, ഇതേപോലെയുള്ള മറ്റൊരു ദൈവം ഈ ഭൂമിയിലില്ല. സൗഭാഗ്യപ്പെട്ടവരാണ്, വലിയ അനുഗ്രഹം പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെ സമർപ്പിക്കാം, പ്രതിസന്ധികളെ സമർപ്പിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കാം, രോഗത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് കൊടുക്കാം, ജോലിയില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കാം, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വേദനയെ സമർപ്പിക്കാം, ഏകാന്തതയെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പക്കൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ലോകത്തിന് പരിഹരിക്കുവാൻ സാധിക്കാത്ത സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഈ രാത്രിയിൽ നിന്റെ മനസ്സ് ഉയർത്താം, ചിന്തകളെ ഉയർത്താം,
അതിൻ്റെ അടയാളമായിട്ട് ദൈവമേ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയിൽ ആശ്രയിക്കുന്നു. ആ 300 പേര് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നതിൻ്റെ പ്രതീകങ്ങളാണ്. വെള്ളം നായയെപ്പോലെ നക്കി കുടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമേ ഞങ്ങളുടെ ശക്തിയിലല്ല, അങ്ങയുടെ ശക്തിയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് ഏറ്റുപറയുന്നതിൻ്റെ പ്രതീകങ്ങളാണ്. അവരെ പോലെ നമുക്കുമായിരിക്കാം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ ആശ്രയവും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. ഈ രാത്രിയിൽ അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെ കണ്ടുകൊണ്ട് കരങ്ങളെ ഉയർത്തി മനസ്സുയർത്തി ഏതാനും നിമിഷങ്ങൾ ഉച്ചത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം, ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കാം. അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ത് ചിന്തിക്കുന്നുവെന്ന് നോക്കാതെ ഈ രാത്രിയിൽ എനിക്ക് അനുഗ്രഹം വേണം, എൻ്റെ ദൈവത്തെയാണ് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെന്ന് ലജ്ജ കൂടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ പക്കൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ഈ മക്കൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്നവര്, ഗൾഫ് രാജ്യങ്ങളില്, യൂറോപ്പില്, അമേരിക്കയില്, കാനഡയില്, ആഫ്രിക്കൻ രാജ്യങ്ങളില് ഒക്കെ ആയിരുന്നു കൊണ്ട് കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ രാത്രിയിൽ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ പ്രയാസങ്ങളിലേക്ക് കടന്നു വരണമേ. കർത്താവേ ഞങ്ങൾ പാപികളാണ്, കർത്താവേ ഞങ്ങൾ നിസ്സാരരാണ്, അങ്ങയുടെ പരിശുദ്ധിക്കെതിരായി ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കും, എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റു പറയുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ വരണമേ, എന്റെ സൗഖ്യമായി വരണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. യേശുവേ വരണമേ, എന്റെ സൗഖ്യമായി വരണമേ. യേശുവേ വരണമേ, യേശുവേ വരണമേ, യേശുവേ വരണമേ, യേശുവേ വരണമേ. ഒരു നിമിഷം ശാന്തമായി ഹൃദയത്തിൽ ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. കർത്താവ് നിൻ്റെ ഉള്ളിലുണ്ട്, നിൻ്റെ തൊട്ടടുത്തുണ്ട്. ശാന്തമായി കർത്താവിനെ ആരാധിക്കാം. ഈശോയെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു, എന്നെ സ്പർശിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ അങ്ങയുടെ കൂടെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവകൃപയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. സകല മോക്ഷവാസികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. 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 കരങ്ങൾ വീശി സന്തോഷത്തോടെ ഹല്ലേലൂയ. 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 ശാന്തമായി നമുക്കിരിക്കാം.